മഴ തോരും മുൻപയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മാമച്ചായൻ്റെ വീട്ടിലെ ആ ഒരു ദിവസം വളരെ സന്തോഷകരമായി തന്നെ കഴിഞ്ഞു പോന്നു. അവർ തിരിച്ചു പോരുകയാണ്. യാത്രയെല്ലാം പറഞ്ഞ് മാമച്ചനും ഗ്രേസമ്മയ്ക്കും വാക്കുകളെല്ലാം കൊടുത്തുകൊണ്ട്, നിങ്ങളുടെ ഒരേ ഒരു പേരമകളെ തിരിച്ച് നിങ്ങൾക്ക് തന്നെ ഞാൻ കൊണ്ടുവന്നു തരുമെന്ന വാക്ക്, സ്റ്റാൻലിയുടെ ആ വാക്ക് അവർ വളരെയധികം വിശ്വാസപൂർവ്വം തന്നെ എടുത്തിരിക്കുകയാണ്. രേവതിക്കുട്ടിയോടും അവരെ നന്നായി തന്നെ നോക്കണമെന്നും ഇതൊക്കെ ഇത്രയും വഴി തിരിച്ചു വിട്ടത് നീയാണെന്നറിയുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ടെന്നൊക്കെ സ്റ്റാൻലി പോരാൻ നേരത്ത് രേവതിക്കുട്ടിയോട് പറയുകയാണ്. രോഹിത്തും മാമച്ചായനോടും ഗ്രേസമ്മയോടും രേവതിക്കുട്ടിയോടും പറയുന്നുണ്ട്, ബാംഗ്ലൂർക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പ് നിങ്ങളെ വന്നൊന്ന് കാണാൻ കഴിയുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നാൽ ചേച്ചിയുടെ വീട്ടിൽ വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ടായതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നൊക്കെ പറയുകയാണ്. മാമച്ചായനും ഗ്രേസമ്മയും വളരെ സ്നേഹത്തോടു കൂടി തന്നെ രോഹിത്തിനോട് പറയുന്നുണ്ട്, ബാംഗ്ലൂർ ചെന്നാലും ഒരു തെറ്റായ കൂട്ടുകെട്ടിലും ചെന്ന് പെടുകയോ അവരുമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുകയോ ഒന്നും നീ ചെയ്യരുത്. ദൈവാനുഗ്രഹം കൊണ്ടാണ് നീ ഒരാപത്തിൽ നിന്നും കരകയറി ഇവിടെ വരെ എത്തിയതെന്ന ഓർമ്മ നിനക്ക് എപ്പോഴും ഉണ്ടായിരിക്കണമെന്നൊക്കെ. ഇല്ലങ്കിളെ, ഒരിക്കലും ഇനി അങ്ങനെ ഒരു തെറ്റ് എൻ്റെ ഭാഗത്തുനിന്ന് ഈ ജന്മത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാമെന്നെല്ലാം രോഹിത്ത് പറയുകയാണ്. ഇതേസമയം രോഹിത്ത് അവരുടെ രണ്ടുപേരുടെയും കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ തൻ്റെ അമ്മ വന്ന് അവർക്ക് നേരെ നടത്തിയ അന്നത്തെ ആ വാക്പ്രസംഗത്തിൽ രോഹിത്ത് അവരോട് മാപ്പൊക്കെ പറയുന്നുണ്ട്. അവർ രോഹിത്തിനോട് പറയുന്നുണ്ട്, അതൊന്നും ഞങ്ങൾ അത്ര കാര്യമാക്കി എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് എന്നും വലുത് നിങ്ങൾ കുട്ടികൾ തന്നെയല്ലേ. നീ അതൊന്നും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാനൊന്നും നിൽക്കണ്ട എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയത്ത് സ്റ്റാൻലി പറയുന്നുണ്ട്, ഇനിയും നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്താനായിട്ട് ഒരുപാട് ടൈം ലേറ്റാവും. അതുകൊണ്ട് തന്നെ പോകാൻ നോക്കാമെന്ന് പറയുന്നുണ്ട്. പോകാൻ നേരത്ത് രേവതിക്കുട്ടിയോടും രോഹിത്ത് യാത്രയൊക്കെ പറയുകയാണ്. അലീനയും രേവതിക്കുട്ടിയും കെട്ടിപ്പിടിച്ച് പരസ്പരം ഒരേ ഉമ്മയൊക്കെ കൊടുത്ത് അവരങ്ങനെ യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ സ്റ്റാൻലി തമാശ രൂപേണ രോഹിത്തിനോട് ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി, പോയപ്പോഴുള്ളൊരു ഉഷാറൊന്നും തിരിച്ചു പോരുമ്പോൾ ഇല്ലല്ലോ. യാത്ര പറഞ്ഞ് കഴിയാത്തത് കൊണ്ടാണോ, അതോ അവിടെ നിന്നും മനസ്സ് പൂർണ്ണമായിട്ടും ഇങ്ങ് വിട്ടുപോരാത്തതാണോ എന്നൊക്കെ. ഇത് കേൾക്കുന്ന അലീന സ്റ്റാൻലിയെ വിലക്കുകയാണ്. സ്റ്റാൻലിയോട് അലീന പറയുന്നുണ്ട്, ദേ പപ്പയ്ക്ക് ഇത്രയും പ്രായമൊക്കെ ആയതാ, വെറുതെ അവനെ മൂച്ചു കയറ്റാൻ നിൽക്കണ്ട കേട്ടോ. ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെടാപ്പാട് പെടുക ഇവിടെ കിടന്നിട്ട്. അതെന്നാത്തിനാണ് അലീന അങ്ങനെ പറയുന്നത്? അവർ തമ്മിൽ നല്ല മാച്ചല്ലേ, പിന്നെന്ത് കുഴപ്പം? അവൻ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നല്ലൊരു ജോലി കിട്ടിയതിന് ശേഷം അവളെ അങ്ങ് വിവാഹം കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പിന്നെ അവൾക്ക് എന്താ കുഴപ്പം? അവൾ അനാഥയാണെന്നുള്ളതോ? അത് ഇവൻ്റെ അമ്മയ്ക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോൾ മാമച്ചായൻ പറഞ്ഞപ്പോഴാണ് അവളുടെ ഡീറ്റെയിലിംഗ് ആയിട്ട് അവളുടെ ഫാമിലിയെക്കുറിച്ചിട്ട് അറിയാൻ കഴിഞ്ഞത്. അവളുടെ ഫാമിലി വിചാരിച്ചാൽ ഇവനേക്കാളും നല്ലൊരു പയ്യനെ അവൾക്ക് വേണ്ടിയിട്ട് അവർ കണ്ടെത്തും എന്നുകൂടി നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് നല്ലത് തന്നെയാണ് എന്നൊക്കെ അലീനയോട് സ്റ്റാൻലി പറയുന്നുണ്ട്. അലീന അപ്പം പറയുന്നുണ്ട്, അതൊന്നുമല്ല പപ്പ പ്രശ്നം. അമ്മയെക്കുറിച്ച് അറിയാലോ. അമ്മയെപ്പോലെ ഒരാളുടെ അരികിലേക്ക് എൻ്റെ അനിയത്തി കൂട്ടി ചെന്നാൽ അവൾ വല്ലാതെ വിഷമിച്ചു പോകും. ഒരുപാട് വിഷമിച്ചിട്ടുള്ള കുട്ടി തന്നെയാണ് അവൾ. അവൾക്ക് ഒരുപാട് വിഷമങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണമെന്നില്ല. കാരണം അവളെ അത്ര നന്നായിട്ടാണ് ഗ്രേസമ്മയും മാമച്ചായനും ഒക്കെ നോക്കുന്നത്. ഇത് കേൾക്കുന്ന രോഹിത്ത് പറയുന്നുണ്ട്, ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അവളെ വിവാഹം കഴിച്ചാൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അമ്മയുടെ മുമ്പിലേക്ക് അവളെ ഞാൻ അങ്ങ് ഇട്ടുകൊടുക്കുന്നു? അതൊക്കെ ചേച്ചിക്ക് വെറുതെ തോന്നുന്നതാണ് അലീനയോട് രോഹിത്ത് പറയുകയാണ്. ഇത് കേൾക്കുന്ന അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് അവന് അത്രയും സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ വിഷയം എടുത്തിരിക്കുന്നതെന്ന്. അലീന അപ്പോൾ രോഹിത്തിനോട് പറയുന്നുണ്ട്, ഇതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ് രോഹിത്തെ. നീ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പോൾ ആലോചിക്കേണ്ട. പപ്പ പറഞ്ഞതുപോലെ നീ നന്നായിട്ട് പഠിക്കാൻ നോക്ക്. നീ വിചാരിക്കുന്നത് പോലെ നല്ലൊരു കോഴ്സ് നിനക്ക് കിട്ടുകയും അതിനെക്കുറിച്ചിട്ട് നീ ചിന്തിച്ചാൽ മാത്രം മതി. പിന്നീടുള്ള കാര്യങ്ങളല്ലേ, അത് നിൻ്റെ ഭാവിയിൽ എന്താണ് നല്ലതെന്ന് ആലോചിച്ചിട്ട് ഞങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. നീ പിന്നെ അധികം രേവതിക്കുട്ടിയെ വിളിക്കാനും സംസാരിക്കാനൊന്നും നിൽക്കരുത്. നീ ഞാൻ പറയുന്നത് ദൈവത്തെ ഓർത്തൊന്ന് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ രോഹിത്ത് ഒന്നും മിണ്ടാതെ തന്നെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ്.
ഇത് കേൾക്കുന്ന സ്റ്റാൻലി അവളോടായി പറയുന്നുണ്ട്, അവൻ ദേ ഇപ്പോൾ 1-2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ അവനെ അവിടെ ഇറക്കി വിടാനുള്ളതാണ്. അവിടെ നിന്നും ഒരു കാറെടുത്ത് അവനെ നമുക്ക് അവൻ്റെ വീട്ടിലേക്ക് അയക്കാനുള്ളതും. നീ ഈ സമയം കൊണ്ട് വെറുതെ അവനെ ഇട്ട് വെറുപ്പിക്കാതിരിക്കുക ലീന എന്ന് പറയുമ്പോൾ സ്റ്റാൻലിയോട് രോഹിത് പറയുന്നുണ്ട്, ചേച്ചി പറയുന്നതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം അങ്കിളെ. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അതൊന്നുമല്ല. ഞങ്ങളെ വിട്ട് ചേച്ചി പോയപ്പോൾ ആ വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും എവിടേക്കെങ്കിലുമൊക്കെ പോയാൽ മതിയെന്നുള്ള ചിന്ത മാത്രമാണ് ഇപ്പോൾ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന ലീന പറയുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കരുത് രോഹിത്തെ. നമ്മുടെ അച്ഛനെക്കുറിച്ച് നീ ആലോചിക്കണം. അച്ഛൻ്റെ മനസ്സ് കാണാതിരിക്കരുത്. ഒരുപാട് വിഷമിക്കുന്ന ആ മനസ്സിനെ നിങ്ങളും കൂടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് വിഷമിപ്പിക്കാതിരിക്കണം. ഞാനുണ്ടായിരുന്നപ്പോൾ എങ്ങനെയാണോ അതിനേക്കാളും സന്തോഷമായിട്ട് നിങ്ങൾ ആ വീട്ടിൽ നിൽക്കണം. ഞാൻ വരുന്നതിന് മുമ്പും നിങ്ങൾ വളരെ സന്തോഷത്തിൽ തന്നെയാണ് അവിടെ കഴിഞ്ഞു പോകുന്നത്. അതൊക്കെ നീ ചിന്തിക്കണം എന്നൊക്കെ രോഹിത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് അലീന. ഇതൊക്കെ കേൾക്കുന്ന സ്റ്റാൻലി അലീനയെ വളരെ അതിശയത്തോടു കൂടി നോക്കിയിരിക്കുകയാണ്. ഒരനാഥാലയത്തിൽ വളർന്നൊരു പെൺകുട്ടിക്ക് ഒരു കുടുംബം എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നും ആ കുടുംബത്തിൻ്റെ ശാന്തതയും സന്തോഷവും സമാധാനവും എങ്ങനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടതെന്നും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ എത്ര വ്യക്തമായിട്ടാണ് അവൾക്ക് അറിയാവുന്നത്. ഇതൊരു പക്ഷേ കിട്ടാതിരുന്ന ഒരു അച്ഛനെയും അമ്മയെയും ഒക്കെ കിട്ടിയതിൻ്റെ അതൊന്നും ഇനി ഒരിക്കലും നഷ്ടപ്പെടുത്തരുതെന്ന ആ മനസ്സിൻ്റെ ബലം കൊണ്ട് തന്നെയാകാം എന്നൊക്കെ സ്റ്റാൻലി ചിന്തിക്കുകയാണ്. അങ്ങനെ അവർ ഉദ്ദേശിച്ച പോലെ തന്നെ ടാക്സി സ്റ്റാൻഡിലേക്ക് സ്റ്റാൻലിയുടെ കാർ എത്തുകയാണ്. ഫ്രണ്ടിൽ കിടന്ന ടാക്സിക്കാരനോട് തന്നെ രോഹിത്തിനെ എവിടെയാണ് ഭദ്രമായിട്ട് എത്തിക്കേണ്ടതെന്നുള്ള ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ രോഹിത്തിന് വേണ്ടിയിട്ട് സ്റ്റാൻലി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രോഹിത്തിനെ ഒരു ഹഗ്ഗൊക്കെ ചെയ്ത്, ഇനി ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് നിന്നെ കാണാൻ കഴിയുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും നീ വന്ന ദിവസം എൻ്റെ നാവിൽ നിന്നും നിനക്ക് വിഷമമുണ്ടാകുന്ന തരത്തിൽ ഒരു സംസാരം എന്നിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീ അതൊന്നും മനസ്സിൽ വെക്കരുത്. നീയും എനിക്ക് അലീനയെ പോലെ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ് സ്റ്റാൻലി. രോഹിത്തിനും വല്ലാത്തൊരു സങ്കടവും ഒക്കെ തോന്നി ആ നിമിഷം. രോഹിത്ത് തൻ്റെ ചേച്ചിയെ ചെന്ന് കെട്ടിപ്പിടിച്ച് ചേച്ചിക്ക് നെറ്റിയിൽ ഒരു മുത്തൊക്കെ നൽകുന്നുണ്ട്. ചേച്ചിയോട് രോഹിത്ത് പറയുന്നുണ്ട്, ചേച്ചി ഞാൻ അടുത്ത ആഴ്ച എങ്ങാനും പോവേണ്ടി വരും. അതിനുള്ളിൽ ഇനി നമ്മൾ തമ്മിൽ കാണില്ലെന്നറിയാം. ചേച്ചി പക്ഷേ സമയം കിട്ടുമ്പോൾ അവരെ രണ്ടാളെയും വന്നൊന്ന് കണ്ടേക്കണേ. അല്ലെങ്കിൽ ഇതുപോലെയൊന്ന് അച്ഛനോട് അവരെ കൊണ്ടുവിട്ട് തരാനൊന്ന് പറഞ്ഞേക്കണേ. അല്ലാതെ അവർക്ക് ഒറ്റയ്ക്ക് ഇത്രയും ദൂരമൊന്നും വരാൻ പറ്റത്തില്ലല്ലോ. അവരുടെ മനസ്സ് ഇടയ്ക്കൊന്ന് ശാന്തമാവുന്നത് നല്ലതല്ലേ എന്നൊക്കെ രോഹിത്ത് വളരെ വിഷമത്തോടു കൂടി പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ സഹോദരിമാരുടെ കാര്യത്തിൽ ഇത്രയ്ക്കൊക്കെ ചിന്ത വന്നല്ലോ രോഹിത്തെ. അത് തന്നെ എനിക്ക് സന്തോഷമായി. നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. അവരെ ഞാൻ എൻ്റെ ഒപ്പം കൊണ്ടുവന്ന് 1-2 ദിവസമൊക്കെ നിർത്തി ഞാൻ അവരെ തിരിച്ചു കൊണ്ടുപോയി ആക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത്തിനെ അവർ യാത്ര അയക്കുകയാണ്. അലീനയും രോഹിത്തും തിരിച്ച് അവരുടെ വീട്ടിലേക്കുള്ള യാത്രയിലുമാണ്. പോകുന്ന യാത്രയിൽ അലീന സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, അവൻ്റെ മുഖം കണ്ടാൽ അറിയാം പപ്പ, അവന് എന്നെ വിട്ട് പോകണമെന്ന് ഒട്ടും തന്നെ ആഗ്രഹമില്ലെന്ന്. സ്റ്റാൻലി അപ്പോൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് അവൻ ഇവിടെ നമ്മുടെ ഒപ്പം നിർത്തിയിട്ട് ഇവിടെ എവിടെയെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കാമായിരുന്നില്ലേ? അതിനുവേണ്ടി ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നല്ലോ എന്ന്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തർത്ഥത്തിലാണ് പപ്പയ്ക്കൊപ്പം അവനെ നിർത്തേണ്ടത്? അത് അച്ഛനെ ഞാൻ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? ഈ 2 ദിവസം അവനെ എൻ്റെ ഒപ്പം നിർത്തിയത് തന്നെ അവനൊന്ന് സന്തോഷമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. പപ്പയ്ക്ക് ചിന്തിക്കാൻ കഴിയുമോ പപ്പയുടെ മകനെ ഭാര്യയുടെ പഴയ കാമുകൻ്റെ വീട്ടിൽ നിൽക്കാനൊക്കെ പറഞ്ഞു വിടുന്ന ഒരവസ്ഥ? ഒരിക്കലുമില്ല പപ്പ. അത് എൻ്റെ അച്ഛൻ്റെ മനസ്സുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് അവൾ വല്ലാത്ത വിഷമത്തോടു കൂടി പറയുന്നത് കേൾക്കുമ്പോൾ സ്റ്റാൻലിക്ക് തിരിച്ച് എന്ത് പറയണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് അലീന പറയുന്നുണ്ട്, അവൻ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോയി അവരെ 2 പേരെയും എൻ്റെ ഒപ്പം കൊണ്ടുവന്ന് കുറച്ച് ദിവസമൊക്കെ നിർത്തിയിട്ട് പറഞ്ഞു വിടണമെന്നൊക്കെ. അതും എനിക്ക് ചിന്തിക്കാൻ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് അവിടെ പോയി നിൽക്കുന്ന കാര്യവും നടക്കുന്നതല്ലല്ലോ പപ്പ. കാരണം അവിടെ അമ്മയുണ്ട്. അമ്മയ്ക്കൊപ്പം ഇനി ഒരിക്കലും എന്നെ നിർത്തില്ലെന്ന് അച്ഛൻ്റെ വാശിയും
ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ലെന്നൊക്കെ പറഞ്ഞ് അലീന വല്ലാതെ വിഷമിക്കുന്നത് കാണുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, നീയിപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കാതിരിക്കേ. നമുക്ക് ആ കുഞ്ഞിനെ കണ്ടെത്തണ്ടേ അലീന? നീ അതൊക്കെ മറന്നുപോയോ? നീയിപ്പോൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി നീ മാമച്ചായൻ്റെയും ഗ്രേസമ്മയുടെയും മുമ്പിൽ എന്നെ കൊണ്ടുപോയി നിർത്തിയതല്ലേ? അവർക്ക് നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു പോകുന്നത്. അവരുടെ ആ പേരക്കുട്ടിയെ അവർക്ക് തിരിച്ച് ഞാൻ എത്തിച്ചു കൊടുക്കാമെന്ന്. അത് ഞാൻ മറ്റാരെയും കണ്ടിട്ടല്ല അവർക്ക് ഞാൻ ആ വാക്ക് കൊടുത്തിരിക്കുന്നത്. നിന്നെ ഒരാളെ കണ്ടിട്ട് മാത്രമാണ്. ഏത് വഴിക്ക് ആലോചിച്ച് പോകണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആകെ എൻ്റെ മുമ്പിലുള്ള ഒരേ ഒരു വഴി അത് നമ്മുടെ ചാച്ചൻ തന്നെയാണ്. ചാച്ചനോട് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിലിംഗ് ആയിട്ട് നല്ല രീതിക്ക് ചോദിച്ചു നോക്കാം. പറഞ്ഞില്ലെങ്കിൽ കുറച്ച് ഹാർഡായിട്ട് തന്നെ. എന്നിട്ടും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചാച്ചനായി പോയില്ലേ. അല്ലെങ്കിൽ നമുക്ക് രണ്ടിടി കൊടുത്തൊക്കെ പറയിപ്പിക്കാമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പോൾ അലീന തമാശയ്ക്ക് പറയുന്നുണ്ട്, ചാച്ചനല്ലേ ഇടിക്കാൻ പറ്റാത്തുള്ളൂ. ഈ ചാച്ചനെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആ റോബർട്ട് ഇച്ചായിക്ക് അറിയാമെന്നാണ് എൻ്റെ ഒരു ധാരണ. അത് തെറ്റാവാൻ സാധ്യതയില്ല പപ്പ വേണമെങ്കിൽ ആ ഇച്ചായിനെ പിടിച്ച് രണ്ട് ഇടി ഇടിച്ചു നോക്ക്. ഒരു പക്ഷേ സത്യങ്ങളൊക്കെ അറിഞ്ഞാലോ. ഓ, അവൻ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ അവൻ ഇടിക്കൊന്നും വേണ്ടെന്നേ. എൻ്റെ കയ്യിലിരിക്കുന്നേ ഏതെങ്കിലും മുന്തിയിനം ഒരു ബ്രാൻഡ് എടുത്ത് അവനെ കാണിച്ചാൽ മതി, അവൻ അതിൽ വീണോളൂ. അതുകൊണ്ട് തന്നെ ഈ വക രഹസ്യങ്ങളൊന്നും അവനോട് ചാച്ചൻ പറയാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് അലീനയോട് സ്റ്റാൻലി പറഞ്ഞ് ചിരിക്കുകയാണ്. അലീനയ്ക്കും ഇത് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. അലീന സ്റ്റാൻലിയോട് ഉറച്ച തീരുമാനത്തോടു കൂടി പറയുന്നുണ്ട്, എത്രയൊക്കെ വന്നാലും പപ്പ, ആ കുഞ്ഞിനെ നമ്മൾ അധികം വൈകാതെ തന്നെ കണ്ടെത്തും. അതിനുള്ള വഴികൾ ഓരോ ദിവസം പുലരുമ്പോഴും കർത്താവ് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു ചെയ്യും. പപ്പ അതാലോചിച്ച് ടെൻഷൻ അടിക്കൊന്നും വേണ്ട എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ രോഹിത്ത് ഒരുപാട് വൈകി ബാലചന്ദ്രൻ്റെ വീട്ടിൽ നെടുമ്പുരയ്ക്കൽ തറവാട്ടിലേക്ക് എത്തുകയാണ്. ഗേറ്റ് കടന്നു വരുന്ന കാറ് പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ വൈജ വളരെ ക്രൂരമായിട്ടിങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആ ഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കാറിൽ നിന്നും ഇറങ്ങി വരുന്നത് തൻ്റെ മകൻ രോഹിത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സിറ്റ് ഔട്ടിലേക്ക് കടന്നു വരികയാണ് വൈജയന്തി. വൈജയന്തിയുടെ മുഖഭാവമൊക്കെ അപ്പോളേ മാറി. 2 ദിവസം മുമ്പ് ഇവിടെ നിന്നും ഇറങ്ങിപ്പോയവൻ കയറി വരുന്ന വരവാണ് എന്നാണ് പുള്ളിക്കാരിയുടെ മനസ്സിൽ. എന്നാൽ രോഹിത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇട്ട സ്റ്റാറ്റസിൽ നിന്നും രോഹിത്ത് എവിടെയൊക്കെ പോയിരുന്നുവെന്നും രോഹിത്ത് ആരൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത് എന്നുമുള്ള ധാരണ വൈജയ്ക്ക് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഭാവങ്ങളും മുഖത്ത് വന്നിരുന്നു. കാറ് തിരിച്ചു പോവുകയും വീടിനകത്തേക്ക് കയറി വരുന്ന രോഹിത്തിൻ്റെ മുമ്പിലേക്ക് ചാടിക്കയറുകയാണ് വൈജയന്തി. ഒന്നും അറിയാത്ത ഭാവത്തിൽ തന്നെ രോഹിത്തിനോട് ചോദിക്കുകയാണ്, നീ 2 ദിവസമായിട്ട് ഇതെവിടെ പോയിരുന്നു? അതിനിടയ്ക്ക് ഞാൻ നിന്നെ വിളിക്കുകയും ചെയ്തിരുന്നു. നീ കോൾ എടുക്കുകയോ തിരിച്ചൊരു മെസ്സേജ് അയക്കുകയോ ചെയ്തില്ല. ഒരാൾ ഒരു കാര്യം ചോദിച്ച് മെസ്സേജ് അയച്ചാൽ അതിന് മറുപടി തരാനുള്ള മര്യാദ പോലും നിനക്കില്ലാതെ പോയോ രോഹിത്തെ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, മര്യാദ കാണിക്കുന്നവരുടെ ഏരിയത്തേക്ക് തന്നെ കാണിച്ചാൽ പോരെ, എല്ലാവർക്കും ആ മര്യാദ കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ ബാഗും എടുത്ത് അകത്തേക്ക് കിടക്കാൻ നേരത്ത് ആ ബാഗിന് കയറി പിടിക്കുകയാണ് വൈജയന്തി. വൈജയന്തി രോഹിത്തിനോടായി ചോദിക്കുന്നുണ്ട്, നാണമില്ലേടാ, നാണം കെട്ടവനെ നിനക്ക്? ആ വേലക്കാരിയുമായിട്ട് ഊരു ചുറ്റി നടന്നിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. നീയൊക്കെ ഇത് എവിടെ നിന്നാടാ ഈ പഠിച്ചിട്ട് വരുന്നത്? രോഹിത്ത് ആ ബാഗ് താഴ്ത്തിട്ടുകൊണ്ട് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്. ആരെയാണ് ഈ വേലക്കാരിയെന്നും ഞാൻ ഊരു ചുറ്റി നടന്നതെന്നൊക്കെ ഉദ്ദേശിച്ചത്? ആ പേരും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം, അലീന ചേച്ചിയെയാണോ അതോ രേവതിക്കുട്ടിയെയാണോ? ഓ, രേവതിക്കുട്ടി, നിനക്ക് നാണമില്ലേടാ ആ നാണം കെട്ടവളുടെ പേര് എൻ്റെ മുമ്പിലേക്ക് എടുത്തിടാൻ? പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? ഈ വേലക്കാരി എന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലാവണ്ടേ? ഇവളെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ടാണ് അമ്മി സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അത്യാവശ്യം എനിക്കുണ്ട്.
അപ്പോൾ അതാരെയാണെന്നും കൂടി എനിക്ക് തിരിച്ചറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പിന്നെ തിരിച്ചറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. അമ്മയെ ഇപ്പോൾ ബോധിപ്പിക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല. എന്നോടാരും പറഞ്ഞിട്ടുമില്ല അമ്മയെ ഇതൊക്കെ ബോധിപ്പിച്ചിട്ട് മാത്രമേ ഈ നെടുമ്പുരയ്ക്കൽ തറവാട്ടിലേക്ക് കയറിയിരിക്കാൻ പാടുള്ളൂ എന്ന്. കാരണം ഈ തറവാട് ഞങ്ങളുടെ അച്ഛൻ്റെയാണ്. ഇവർ തമ്മിലുള്ള സംസാരം മൂർച്ഛിച്ചതോടുകൂടി ശബ്ദങ്ങളെല്ലാം കേട്ടിട്ട് 2 റൂമിൽ നിന്നും ബബിതയും കൃഷ്ണമോളും ഇറങ്ങി വരുന്നുണ്ട്. ബാലചന്ദ്രൻ ആ സമയം വീട്ടിലുണ്ടായിരുന്നില്ല. ഇത് കാണുന്ന ബബിത ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് ഒരു പണിയും ഇല്ലാഞ്ഞിട്ടാണോ ഇങ്ങനെ ആളാൾ വീതം മാറി മാറി ഓരോരുത്തരുടെ മെക്കിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്? രോഹിത് ഇപ്പം തിരിച്ച് വന്നതല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് ഒരു സമാധാനവും രോഹിത്തിന് കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയും ഇല്ല അല്ലേ? രോഹിത്തേട്ടാ, നിങ്ങൾ അകത്തേക്ക് കയറാൻ നോക്കുന്ന ബബിത പറയുന്നുണ്ട്. അതേടി, നിനക്കൊക്കെ ഇങ്ങനെ അകത്തേക്ക് വിളിച്ചു കയറ്റാനും പുറത്തേക്ക് ഇറക്കി വിടാനൊക്കെ നന്നായിട്ട് അറിയാമല്ലോ. ഒരുത്തി കണ്ടില്ലേ, അഴിഞ്ഞാട്ടക്കാരിയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നു അവനെ. നാണം കെട്ട സാധനങ്ങൾ എന്ന് വൈജ വീണ്ടും വീണ്ടും പറയുന്നത് കേട്ട് രോഹിത് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് നാണമുണ്ടോ ഞങ്ങളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറയാൻ? അയ്യോടാ, ആരാ ഈ പറയുന്നത്? നീ എന്ന് തുടങ്ങിയാടാ ഇത്ര നല്ലവനായത്? നിന്റെ സൽഗുണങ്ങളൊക്കെ ഈ നാട് മുഴുവൻ അറിയുന്നതല്ലേടാ. അവനാണ് എന്നെ പഠിപ്പിക്കാൻ വരുന്നതെന്ന് ചോദിക്കുമ്പോൾ രോഹിത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ നല്ലൊരു സ്ത്രീയായിരുന്നോ? നിങ്ങളെക്കുറിച്ചിട്ടും ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ. നിങ്ങൾ വല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ പുണ്യാളത്തിയാവാൻ ശ്രമിക്കരുത്. ഒരുപക്ഷെ പലതും ഞങ്ങൾക്ക് മുഖത്ത് നോക്കി വിളിച്ച് പറയേണ്ടി വരും. അറിയാത്തതും കൂടി മുഴുവനായിട്ട് അറിഞ്ഞിട്ട് വന്ന് നിൽക്കുന്നവനാ ഈ ഞാൻ. വൈജ ഒരു നിമിഷം ഒന്ന് സ്റ്റക്കായിപ്പോയി. കാരണം ഇവൻ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കുന്നതെന്നും എന്തൊക്കെയാണ് ഇവൻ ഈ വിളിച്ച് പറയാൻ പോകുന്നതെന്നും വൈജയന്തിക്ക് ഒരു പിടിയുമില്ലാതെ നിൽക്കുകയായിരുന്നു. കാരണം രോഹിത് അലീനയുടെ അരികത്തേക്ക് പോയതാണെന്നും അലീനയുടെ അരികിൽ സ്റ്റാൻലി ഉണ്ടെന്നും നന്നായിട്ട് അറിയാമല്ലോ വൈജയന്തിക്ക്. ഇത് കേട്ട് നിൽക്കുന്ന കൃഷ്ണമോൾക്കും ബബിതയ്ക്കും വല്ലാതെ ദേഷ്യം വന്നു. കൃഷ്ണമോൾ വൈജയന്തിയുടെ അരികിലേക്ക് നടന്ന് ചെന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് നാണമുണ്ടോ ഞങ്ങളുടെ മക്കളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? ഞങ്ങളുടെ നാവിൽ നിന്നും തിരിച്ചിങ്ങനെയുള്ള വാക്കുകളൊക്കെ കേൾക്കാൻ? എന്തിനാ അമ്മേ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അലീന ചേച്ചി ഇവിടെ നിന്നും പറഞ്ഞു വിട്ടാൽ മാത്രമേ അമ്മ തിരിച്ചിവിടേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് കരുതി ചേച്ചി അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ട് നടന്ന പിന്നീടുള്ള കഥകളൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ലെന്ന് അമ്മ ചിന്തിക്കരുത്. അമ്മേ മണ്ടിയായതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്. ഞങ്ങളാരെങ്കിലും വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാലുണ്ടല്ലോ, അവിടെ തീർന്നു അമ്മ. ഇതൊക്കെ കേട്ട് നിൽക്കുന്ന വൈജയന്തിക്ക് എന്തൊക്കെയോ മനസ്സിലൂടെ കടന്നുകൊണ്ടിരിക്കുകയാണ്. വൈജയന്തിക്ക് എന്ത് ഇവരോട് തിരിച്ചു പറയണമെന്ന് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വൈജയന്തി അപ്പോൾ ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നുണ്ട്, അവൻ ഈ 2 ദിവസം എവിടെയായിരുന്നു എന്ന് ചോദിച്ചതാണോ ഞാൻ ചെയ്ത ഇത്രയും വലിയ തെറ്റ്? ഈ 3 മക്കൾ എനിക്ക് മുൻപിൽ വന്ന് നിന്ന് ഇങ്ങനെ കുരയ്ക്കാൻ മാത്രം ഒരമ്മയായ എനിക്ക് ഇതൊന്നും നിങ്ങളോട് ചോദിച്ചറിയാനുള്ള ഉത്തരവാദിത്തവും അവകാശവും ഒന്നും ഇല്ലെന്നാണോ നിങ്ങൾ 3 പേര് നിന്ന് പറയുന്നത്? എടി ബബിതേ, എന്ന് തുടങ്ങിയാടി എനിക്ക് മുമ്പിൽ നിന്ന് നീയൊക്കെ ഇങ്ങനെ കുരക്കാൻ തുടങ്ങിയത്? ഇത് കേൾക്കുന്ന ബബിത വൈജയന്തിയോടായിട്ട് പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം അമ്മേ. അമ്മ ശരിയല്ലെന്നും ഞങ്ങളെ പഠിപ്പിക്കുന്നതും ശരിയല്ലെന്നും മനസ്സിലാക്കിയപ്പോൾ തുടങ്ങി. സ്വയം തിരുത്തണമെന്നും അമ്മയെ കൂടി ഒന്ന് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ചിന്ത വന്നതു മുതൽ എന്താ ആ തീരുമാനം അമ്മയ്ക്കും എടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയാണ് ബബിത. ഇവരുടെ ഈ സംസാരങ്ങളെല്ലാം തന്നെ കേട്ടുകൊണ്ട് വരുന്ന ബാലചന്ദ്രൻ ഇവരോടായി ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ നടക്കുന്നത്? എന്തിനാ നിങ്ങൾ ഈ കിടന്ന് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? അല്ല, മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുകയാണ്. തിരിഞ്ഞ് രോഹിത്തിനെ കണ്ടപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാ വന്നേ? വന്ന് കയറിയിട്ടേ ഉള്ളോ, ബാഗ് പോലും കൊണ്ട് വെച്ചിട്ടില്ലല്ലോ എന്നൊക്കെ. രോഹിത് ബാലചന്ദ്രനോട് പറയുകയാണ്, അതിനെങ്ങനെയാച്ചാ ഈ വീട്ടിലേക്ക് കയറി വരേണ്ടെന്ന് തോന്നിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷം. ഞാൻ വന്നിട്ട് അരമണിക്കൂറായി. എന്നെ ഈ ഹാളിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോവാനോ ആ കിച്ചണിൽ പോയിട്ടൊരു തുള്ളി വെള്ളം കുടിക്കാനോ പോലും സമ്മതിക്കാതെ ചോദ്യം ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്.
ബാലചന്ദ്രൻ എന്തിനെ എന്ന ഭാവത്തിൽ അവരോട് തന്നെ ചോദിക്കുന്നുണ്ട്. കാരണം വൈജയന്തിയോട് ബാലചന്ദ്രൻ സംസാരിക്കാറില്ലല്ലോ. ഞാൻ എവിടെ പോയിരുന്നു, ആരെയൊക്കെ കണ്ടിരുന്നു എന്നതൊക്കെയാണ് അറിയേണ്ടത്. ഓ, ആർക്കാണ് അറിയേണ്ടത്? ഞങ്ങളുടെ അമ്മയ്ക്ക് തന്നെ, അല്ലാതെ പിന്നെ ആർക്കാ? നീ അപ്പോൾ പോയപ്പോൾ പറഞ്ഞില്ലായിരുന്നോ? പറയണമെന്ന് എനിക്ക് തോന്നിയില്ല. ഇപ്പം പറയണമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതുമില്ല. എങ്കിൽ ആ ബാഗ് കൊടുത്ത് മുറിയിലേക്ക് പോകണം. പിന്നെ എന്തിനാണ് ഈ സംസാരവും ഈ എന്താ പറയേണ്ടത് ഈ കൂട്ടായ്മയൊക്കെ? നീ അങ്ങ് പോയാൽ പോരെ? അല്ല, എവിടെയൊക്കെ പോയിരുന്നു? അച്ഛനോട് ഞാൻ പിന്നെ സംസാരിച്ചാൽ മതിയോ എന്ന് തിരിച്ച് രോഹിത് ചോദിക്കുന്നത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഓക്കെ, ഇപ്പോൾ പറയാൻ താല്പര്യമില്ലെങ്കിൽ പിന്നീട് സംസാരിച്ചാൽ മതിയെന്ന്. ഇത് കേൾക്കുന്ന വൈജയന്തിക്ക് ആകെ ദേഷ്യം വന്നു. വൈജയന്തി അറിയാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ബാലചന്ദ്രൻ അത് പറഞ്ഞതെന്ന് വൈജയന്തിക്ക് മനസ്സിലാവുകയാണ്. വൈജയന്തി ബാലചന്ദ്രൻ്റെ മുമ്പിൽ വന്ന് നിന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എൻ്റെ ഈ 3 മക്കളെയും എനിക്ക് ശത്രുവാക്കി തിരിക്കാനാണോ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന്. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ വൈജയന്തിയോടായിട്ട് പറയുന്നുണ്ട്, ഈ നിമിഷം വരെ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ചിന്തിക്കാനായിരുന്നുവെങ്കിൽ ഇതിനു മുമ്പ് ഒരുപാട് സമയങ്ങൾ എനിക്ക് കടന്നു പോയിരുന്നു വൈജയന്തി. കൊല്ലപ്പള്ളി വീട്ടിലെ ഒരേ ഒരു മകളായ വൈജയന്തിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞ ആ നിമിഷം മുതൽ നീ ഈ പറഞ്ഞ 3 മക്കളെയും നിന്നിൽ നിന്നും തെറ്റിക്കാൻ എനിക്കൊരു വാക്ക് മതിയായിരുന്നു. ഞാനത് ചെയ്യാതിരുന്നത് എൻ്റെ മാന്യത, എൻ്റെ മര്യാദ. അത് ഈ നെടുമ്പുരയ്ക്കൽ വീട്ടിൽ ബാലചന്ദ്രൻ ഇപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ട് മാത്രം ഇപ്പോഴും ഞാൻ അതിന് ശ്രമിക്കുന്നുമില്ല. പിന്നെ രോഹിത്തിനെയും ബബിതയെയും കൃഷ്ണമോളെയും വെറുപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നീ മാത്രമാണ്. അതിന് നീ മാത്രമാണ് ഉത്തരവാദി. പിന്നെ ഒരു കാര്യം, ഇതിനു മുമ്പും നിന്നോട് ഞാൻ പറഞ്ഞതാണ്, എനിക്ക് മുമ്പിൽ ഈ വൈജയന്തി എന്ന് പറയുന്ന നിൻ്റെ ശബ്ദം എനിക്ക് മോളിൽ ഉയർന്ന് കേൾക്കാൻ പാടില്ല. നീ തറവാട്ടിൽ ആ അവകാശങ്ങളൊക്കെ വൈജയന്തിയിൽ നിന്നും ബാലചന്ദ്രൻ എടുത്ത് മാറ്റി. ആ സമയങ്ങളൊക്കെ വൈജയന്തിക്ക് കടന്നു പോവുകയും ചെയ്തു. ഇവിടെ കഴിയാം വൈജയന്തി അന്ന് ആവശ്യപ്പെട്ടതുപോലെ തന്നെ. അലീനയില്ലാത്ത ഈ വീട്ടിൽ വൈജയന്തിക്ക് കഴിയണമെങ്കിൽ ഇനിയും തുടർന്ന് കഴിയാം. പക്ഷേ എനിക്ക് മുകളിലോ താല്പര്യമില്ലാത്ത കാര്യത്തിൽ അവർക്ക് നേരെയോ കിടന്ന് കുരച്ചുകൊണ്ടാവരുത്. ബബിതേ, ഭക്ഷണം എടുത്തു വയ്ക്കേ, അച്ഛൻ പോയി റെഡിയായിട്ട് രോഹിത്തിനെയും കൂട്ടി വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ വൈജയന്തിക്ക് മുഖം കൊടുക്കാതെ മുകളിലേക്ക് കയറിപ്പോയി. വൈജയന്തി ഒരു ശില കണക്കെ അവിടെ നിന്നുപോയി. കൃഷ്ണമോളും ബബിതയും അമ്മയെ ഒന്ന് നോക്കിക്കൊണ്ട് കിച്ചണിലേക്ക് പോയി. ബാലചന്ദ്രൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തൻ്റെ മുറിയിൽ വെച്ചതിന് ശേഷം രോഹിത്തിൻ്റെ മുറിയിലേക്കാണ് കയറി ചെന്നത്. രോഹിത്ത് അവിടെ കുളിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രോഹിത്തിനോടായിട്ട് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എവിടെയൊക്കെയാണ് പോയിരുന്നതെന്ന്. ഞാൻ നിൻ്റെ സ്റ്റാറ്റസൊക്കെ കണ്ടിരുന്നു, രേവതിക്കുട്ടിയെ പോയി കണ്ടിരുന്നു അല്ലേ? ഉവ്വച്ച, ഇന്ന് രാവിലെ അവിടെ പോയി. അവിടെ നിന്നും ഇവിടേക്ക് അങ്കിൾ എന്നെ ഒരു ടാക്സിയിൽ കയറ്റി വിടുമായിരുന്നു. പിന്നെ അച്ഛ, എനിക്ക് വേണ്ടി പോയതൊന്നും അല്ല കേട്ടോ രേവതിക്കുട്ടിയെ കാണാൻ. അതിന് ഞാനങ്ങനെ ചോദിച്ചില്ലല്ലോ. നീ അവരുമായിട്ട് നല്ല അടുപ്പത്തിലല്ലേ? അപ്പോൾ മാമച്ചായനോടും ദേശമ്മയോടും നീ നേരിട്ട് പോയി യാത്ര പറയുന്നതിൽ ഞാനൊരു തെറ്റും കണ്ടില്ല. ഞാൻ വിചാരിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. നീ ആവശ്യപ്പെട്ടതുകൊണ്ടായിരിക്കും അലീന നിന്നെ അവിടേക്ക് കൊണ്ടുപോയതെന്ന്. അച്ഛൻ ആ കാര്യത്തിൽ തെറ്റി. ചേച്ചിക്കും അങ്കിളിനും മാമച്ചായനെയും ഗ്രേസമ്മാൻ്റെയും കാണേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും കൂടെ പോന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി ഒരുപാട് എതിർത്തു. ചേച്ചി വല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. അതെന്തിന്? അത് പഴയ പ്രശ്നം തന്നെ. ഓ, രേവതിക്കുട്ടിയുടെ? അതെ അച്ഛ, അത് അമ്മ അന്നാകെ പ്രശ്നം ഉണ്ടാക്കിയതല്ലേ. ഞാൻ ആ കാര്യത്തിന് ശേഷം മാമച്ചായനെയും ഗ്രേസമ്മയെയും ഒന്ന് കണ്ട് മാപ്പ് പറയണമെന്നൊക്കെ വിചാരിച്ചതാ. അതെന്തായാലും ചേച്ചിയെ കാണാൻ പോയ കൂട്ടത്തിൽ അതും നടന്നു. അങ്കിള് കൂടെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എന്നെ കൂടെ കൊണ്ടുപോയത്. ചേച്ചിക്ക് ഒട്ടും തന്നെ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തു പറയുന്നു മാമച്ചായനും ഗ്രേസമ്മയൊക്കെ? സുഖമായിട്ട് തന്നെ ഇരിക്കല്ലേ? അസുഖങ്ങളൊന്നുമില്ലല്ലോ? ഇല്ലച്ചാ, 2 പേരും ഉഷാറായിട്ടിരിക്കുന്നു. രേവതിക്കുട്ടി കോളേജിലൊക്കെ പോകുന്നുണ്ട്, അവളും ഓക്കെയാണ്. ഓക്കെ, നീ എന്തായാലും ഫ്രഷപ്പായിട്ട് വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ്. രോഹിത് അപ്പോൾ ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛാ, പറയാനായിട്ടൊരു വലിയ വിശേഷമുണ്ട്. അച്ഛനോട് മാത്രമല്ല അവരോടും കൂടെ ഒരുമിച്ചിരുന്ന് പറയണം. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ട് അവരെയും കുട്ടി അച്ഛൻ മുകളിലേക്ക് വരുമോ?
ആയിക്കോട്ടെ, സീക്രട്ടായിട്ട് സംസാരിക്കാനാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. സീക്രട്ടൊന്നുമില്ല അച്ഛാ, അമ്മ അറിയരുതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഞാനും ഒന്ന് പോയി കുളിച്ച് റെഡിയായിട്ട് വരാം. നീയും പോയി കുളിച്ചൊക്കെ ഒന്ന് റെഡിയായിട്ട് വാ, നമുക്ക് പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ മുറിയിലേക്ക് പോവുകയാണ്. തുടർന്നുള്ള വീഡിയോയുമായി മറ്റൊരു എപ്പിസോഡിലൂടെ കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോസും ചാനലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത്. ശുഭരാത്രി.